പൊക്കല്ലെന്ന് ഒരാൾ പറയണം. ഒത്തിരി അങ്ങായി പോകുന്നു. മൊബൈൽ
മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ ഭീഷണിയാണ് അദ്ദേഹത്തിന്റെ ജീവനെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ അനിൽകുമാറിനെ വിശ്വസിക്കുന്ന, അനിൽകുമാറിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിന് അനിൽകുമാറിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരൻ, അദ്ദേഹം ആ ജനപ്രതിനിധിയായിട്ടുള്ള അദ്ദേഹത്തെ ജീവൻ എടുക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുള്ള പോലീസിന്റെയും CPM-ന്റെ ഒത്താശയോടുകൂടി മന്ത്രിമാരും CPM-ന്റെ സഖാക്കളും പാർട്ടി ജില്ലാ സെക്രട്ടറിയും എന്താണോ നിർദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്തു കൊടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തമ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മാർച്ചിന് മുന്നൊരുക്കമെടുത്തേക്ക് CPM-ന്റെ സഖാക്കൾ കഴിഞ്ഞ ദിവസം മുട്ടത്തറയിലുള്ള കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ കൈക്കൂലി വാങ്ങുന്നത് മാധ്യമങ്ങൾ കൈയോടെ ഒപ്പിയെടുത്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് CPM-നെ രാജിവെപ്പിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായിട്ടുള്ള ആ കാഴ്ചയിൽ നിന്ന്, ആ വസ്തുതയിൽ നിന്ന് ഈ വസ്തുത തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ്
CPM-ഉം പോലീസും കൂടി നടത്തിയിട്ടുള്ള നാടകമാണ് നമ്മുടെയൊക്കെ സഹപ്രവർത്തകനായിട്ടുള്ള പാർലമെന്ററിയനായിട്ടുള്ള നമ്മുടെ നാടിന്റെ ജനസേവകനായിട്ടുള്ള ഈ നാടിന്റെ എല്ലാമായിട്ടുള്ള ശ്രീ തിരുമലാനിൽ ജീവനെടുക്കുവാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി പൊതുസമൂഹത്തിൽ യാതൊരു കറപ്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ നാടിന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പൊതുസമൂഹം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ആ നാടിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ച പോലീസിന്റെയും CPM-ന്റെയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇന്നിവിടെ അരങ്ങേറുന്നത്. ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ ആരാധ്യരായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ കരമനജൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സമന്വിത നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ മുരളീധരൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ S. സുരേഷ്, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലയുടെ പ്രഭാരിയുമായിട്ടുള്ള ശ്രീ സോമൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ VV രാജേഷ്, കൗൺസിൽ പാർട്ടിയുടെ ലീഡർ ശ്രീ MR ഗോപൻ, പാർട്ടിയുടെ തിരുവനന്തപുരത്തെ സീനിയർ നേതാവായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ശ്രീ K. സുധീർ, പാർട്ടിയുടെ പ്രവർത്തകരെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും തിരുമല വാർഡിന്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ തിരുമല അനിലിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമല്ല തിരുവനന്തപുരത്തെ നഗരത്തിലെ എല്ലാ ജനങ്ങൾക്കും തീരാ നഷ്ടമാണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ മാധ്യമ സുഹൃത്തുക്കളും ഇവിടുത്തെ ജനങ്ങളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 40 വർഷക്കാലമായി തിരുവനന്തപുരം നഗരത്തിന്റെ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചിരുന്ന തിരുമല അനിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്നു വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ് മുതൽ നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി വരെ ആവുകയും 2015 2020 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ 10 വർഷക്കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിരാത ഭരണത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, സഭയ്ക്കകത്ത് ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ശക്തമായി ഉന്നയിക്കുകയും തിരുവനന്തപുരത്തെ നഗരത്തെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ അനിൽ വേർപെട്ടു എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്ന കാര്യമല്ല. അദ്ദേഹം ഒരു സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു സൊസൈറ്റി. ആ സൊസൈറ്റിയില് 2024 ഓഡിറ്റിംഗ്, ലാസ്റ്റ് നടന്ന ഓഡിറ്റിംഗ് വരെ ഒരു ഓഡിറ്റിംഗ് ഒബ്ജക്ഷൻ ഇല്ലാതെ, ഒരു ക്രമക്കേടുമില്ലാത്ത സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ആത്മാഭിമാനമെന്ന ആ ആത്മാഭിമാനത്തെ പണയം വെക്കാൻ തയ്യാറാകാതെ അദ്ദേഹം നിർഭാഗ്യകരമായ തീരുമാനമെടുത്തത് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളെല്ലാം അതിൽ ഇടപെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഏതോ ഒരു പരാതിയുടെ പേരിൽ ഒരു FIR പോലും എടുക്കാതെ അദ്ദേഹത്തെ ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരവധി പ്രാവശ്യം വിളിച്ചു വരുത്തി മരിക്കുന്നതിനന്ന് സെപ്റ്റംബർ 20 ഉച്ചയ്ക്ക്
10 ലക്ഷം രൂപ ഇവിടെ എത്തിക്കണം എന്ന് ശക്തമായ താക്കീത് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പൈസ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. പക്ഷേ മുട്ടത്തറയിലെ കൗൺസിലർ ശ്രീ രാജേന്ദ്രന്റെ അഴിമതി ഒരു ചാനൽ തെളിവ് സഹിതം പുറത്തുവിട്ടു. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഞെട്ടിവിറച്ചുപോയി. ഒരു കൗൺസിലർ പരസ്യമായി കൈക്കൂലി നോട്ട് എണ്ണി വാങ്ങുന്നത്, നോട്ട് എണ്ണി വാങ്ങി പോക്കറ്റിലിട്ട് സന്തോഷത്തോടുകൂടി സ്കൂട്ടർ പൊട്ടിച്ചു പോകുന്ന ഒരു ജനപ്രതിനിധി, CPM-ന്റെ നേതാവ്, CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയായി കഴിഞ്ഞ 30-35 വർഷക്കാലമായി തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജേന്ദ്രൻ അഴിമതി കഥ പുറത്തു വന്നതിന് ശേഷം 20-ാം തീയതി ഞങ്ങള് അതിനു മുമ്പ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ BJP ജില്ലാ കമ്മിറ്റി 101 വാർഡുകളിലും ഈ കോർപ്പറേഷൻ ഭരണത്തിന്റെ കിരാത ഭരണത്തിനെതിരെ, അഴിമതി ഭരണത്തിനെതിരെ പ്രതിഷേധ ജോലി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നു. ആ പ്രതിഷേധ ജോലി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതിന്റെ അന്നാണ് ഈ രാജേന്ദ്രനെ തെളിവ് സഹിതം പുറത്തു വന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രിയമുള്ളവരെ, അതിനുശേഷം പോലീസും CPM-ന്റെ മന്ത്രിയും CPM-ന്റെ നേതാക്കന്മാരും പോലീസിന് നിർദ്ദേശം കൊടുത്തു. ഒരു കൗൺസിലർ ഞങ്ങൾക്ക് രാജിവെക്കേണ്ടി വന്നെങ്കിൽ CPM-ന്റെ ആ ഒരു ദാർഢ്യം, അധികാരത്തിന്റെ അഹങ്കാരം, അവർ പറഞ്ഞു BJP-യുടെ കൗൺസിലർമാർക്കും ഇതുപോലെ ഞങ്ങൾ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുമെന്ന്. അതിനുശേഷമാണ് അദ്ദേഹം നിരന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയത്. സമ്മർദ്ദങ്ങൾക്ക് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിഷേധ ജ്വാല തിരുമലയില് ശ്രീ അനിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ശക്തമായ ഭാഷയിൽ കോർപ്പറേഷന്റെ ഈ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് പ്രസംഗിച്ചിരുന്നു. ആ മരിക്കുന്നതിന്റെ രാത്രിയും അദ്ദേഹം നിരാശനായിരുന്നില്ല. രാവിലെ BJP ജില്ലാ കമ്മിറ്റി അംഗം തിരുമല സതിയുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ സതിയെ വിളിച്ചിരുന്നു. മരിക്കാൻ അപ്പോൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ സതീഷിനെ മുകളിൽ വിളിക്കുകയായിരുന്നു. സതീഷ് വരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം കൊച്ചക്കോട് ക്ഷേത്രത്തിൽ പോയി, മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊഴുത് അതിനുശേഷം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനമായി വന്നൊരു ഫോൺ കോളാണ് അദ്ദേഹത്തെ നിരാശയാക്കിയത്. അവിടെ നിന്ന് സാക്ഷികൾ പറയുന്നതാണ്, പാർട്ടി പ്രവർത്തകർ മാത്രമല്ല രാഷ്ട്രീയക്കാർ പറയുന്ന. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുകളിൽ പോയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പോലീസിന് ഇന്ന് വൈകുന്നേരത്തിന് ഉച്ചയ്ക്ക് മുമ്പ് ഈ പണം എത്തിക്കണമെന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വെളി വന്നോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് ശക്തമായ മാനസിക സമ്മർദ്ദം. ഒരു മനുഷ്യൻ, ഒരു കുടുംബം, ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബം, ആ കുടുംബത്തോട് ജീവിക്കുന്ന ശ്രീ അനിലിനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം, ആ അഭിമാനത്തിന്റെ പ്രശ്നം, ആ അഭിമാനം അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി അങ്ങോട്ട് ജീവിക്കുന്നതിന് വേണ്ടി. ജീവിക്കാൻ എന്തിന് ജീവിക്കുന്നു? ഈ അഭിമാനം നഷ്ടപ്പെടുമോ, എന്റെ അന്തസ്സ് നഷ്ടപ്പെടുമോ എന്ന് മാനസികമായി തകർന്നു അദ്ദേഹം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ CPM-ന്റെയും പോലീസിന്റെയും ഈ കിരാതമായ നടപടി അത് തന്നെയാണ് ശ്രീ അനിൽ മരണപ്പെട്ടത് എന്ന് ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഉന്നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയില് BJP-യുടെ തിരുവനന്തപുരത്തുള്ള നേതാക്കന്മാരെല്ലാം ഉണ്ട്. BJP-യുടെ ഞങ്ങളെ ആരാധനായ നേതാവ്, മുതിർന്ന നേതാവ് ശ്രീ മുരളീധരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം മറ്റു കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കും. അദ്ദേഹത്തെ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ മാർച്ചിൽ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, ഈ മാർച്ചിൽ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ മറ്റു ഭാരവാഹികളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ എസ് സുരേഷ്, ശ്രീ പി സുധീർ, ശ്രീ കെ സോമൻ, ശ്രീ ബി രാജേഷ്, ശ്രീ സി ശിവൻകുട്ടി, ശ്രീമതി കസ്തൂരി തോമസ്, പാർട്ടിയുടെ ശ്രീ എം.ആർ. ഗോപൻ, ശ്രീമതി സിമി ജ്യോതിഷ്, ശ്രീ പൂങ്ങമൂട് വിക്രമൻ, ശ്രീ പാപ്പനക്കോട് സജി,
മറ്റ് നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയും അതിനു മുൻപ് ഭാരതീയ ജനസംഘവും കേരളത്തിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി അഴിമതിരഹിതമായിട്ടുള്ള പുരോഗതി, നാടിന് പുരോഗതി ഉറപ്പുവരുത്തുന്ന, നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണം, അങ്ങനെ ഒരു ഭരണം ഉണ്ടാകണം നമ്മുടെ രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. കഴിഞ്ഞ 11 വർഷക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഈ 11 വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരായിട്ട് പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. നമ്മളൊന്ന് താരതമ്യം ചെയ്യണം. അതിനു മുൻപുള്ള 10 കൊല്ലക്കാലത്തെ UPA ഭരണം. ആ UPA ഭരണത്തിൽ എത്ര മന്ത്രിമാർക്ക് രാജിവെച്ചൊഴിഞ്ഞു പോകേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സാഹചര്യം കേരളത്തിൽ സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നു ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസ് തൊട്ട് പാർട്ടി സെക്രട്ടറിക്ക് ഏതൊക്കെ തരത്തിലുള്ള അഴിമതിയിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന അവരുടെ ഇംഗ്ലണ്ടിലുള്ള സഖാവ് എഴുതിയ കത്തുൾപ്പെടെ ഉള്ള നിരവധി വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ, അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന നിയമനങ്ങൾ, ഇവിടുത്തെ നികുതി പിരിവിലെ തട്ടിപ്പ്, ഇവിടുത്തെ കിച്ചൺ ബിൻ വാങ്ങിയതിലുള്ള അഴിമതി, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഏറ്റ അടുത്ത പ്രഹരമായിരുന്നു അവരുടെ ഒരു ജനപ്രതിനിധി തന്നെ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളത്. അങ്ങനെ അഴിമതിക്കെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാട്, ഈ നാട്ടിൽ പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾ, അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട്, ഇവരെല്ലാവരെയും CPM-ന്റെ നേതൃത്വത്തെ മുഴുവൻ തന്നെ മുൾമുനയിൽ നിർത്തുന്ന സമീപനം, ആ സമീപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും CPM എങ്ങനെ ആലോചിക്കുമെന്ന് ഞങ്ങൾക്ക് ഭംഗിയായിട്ടറിയാം. കാരണം ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനസംഘവും ഒക്കെ കേരളത്തിൽ വളർന്നു വന്നത് ഈ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ടാണ്. CPM കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ പാർട്ടിയുടെ രൂപീകരണം തൊട്ടുള്ള കാലഘട്ടത്തിൽ തൊട്ട് ശാരീരികമായും അല്ലാതെയും ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതലുള്ള കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ അറിയാവുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും. നിരവധി പ്രവർത്തകർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. CPM ആക്രമണത്തിന് വിധേയരായിട്ട് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്, അവരുടെ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങി, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഇതിനപ്പുറത്ത് ഒരു തെറ്റും അവരാരും ചെയ്തിരുന്നില്ല. പക്ഷെ ആ തെറ്റിന്റെ പേരിൽ, CPM-ന്റെ കണക്കിലുള്ള തെറ്റ്, ആ തെറ്റിന്റെ പേരിൽ അവരുടെ ജീവൻ ഇല്ലാതാക്കപ്പെട്ടു. ആക്രമിച്ച് ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇല്ലാതാക്കപ്പെട്ടു. ഇപ്പോ CPM പുതിയൊരു തന്ത്രമെടുത്തിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ
അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ തളച്ചിടാൻ കഴിയുമോ എന്നുള്ള ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ വായ്പയെടുക്കുക അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കുക, ഇതൊക്കെ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വരുന്ന നിക്ഷേപമാണ് വായ്പയായിട്ട് നൽകുന്നത് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിക്ഷേപകൻ മടക്കി ചോദിക്കുമ്പോ അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ബാങ്കിംഗ് ഇടപാടുകളിൽ നോൺ പെർഫോമിംഗ് അസറ്റ് NPA എന്നുള്ള പദപ്രയോഗം തന്നെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ ബാങ്കുകളിലും, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വായ്പയും നിക്ഷേപവും തമ്മിലുള്ള അന്തരത്തിൽ വലിയ വ്യത്യാസം വരുമ്പോൾ ആ വ്യത്യാസം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ മാർഗനിർദ്ദേശം ഉൾപ്പെടെ ഈ സഹകരണ സംഘത്തിൽ, ഫാം ടൂറിസം സഹകരണ സംഘത്തിൽ, ആ സഹകരണ സംഘത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 6 കോടി രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. 6 കോടി രൂപയുടെ ബാധ്യത. അത് അവിടുത്തെ ആകെ ഇടപാടുകളുടെ വളരെ ചുരുങ്ങിയ ഒരു ശതമാനമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുള്ള വലിയ തട്ടിപ്പുകൾ. കരുവന്നൂരിൽ 300 കോടിയായിരുന്നു തട്ടിപ്പ്. നമ്മുടെ ശ്രീ തിരുമല അനിലിന്റെ സൊസൈറ്റിയുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റില്ല. 300 കോടിയുടെ വെട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത്. നമ്മുടെ തൊട്ടടുത്ത് കണ്ടല, കാട്ടാക്കടക്കടുത്ത് കണ്ടലയിൽ CPI നേതാക്കന്മാരുടെ ബാങ്കിൽ 57 കോടിയുടെ വെട്ടിപ്പാണ് നടന്നത്. വെള്ളനാടില് അരുവിക്കരയിൽ മുണ്ടേല സഹകരണ സംഘത്തിൽ 30 കോടി, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സംഘം 30 കോടിയുടെ വെട്ടിപ്പാണ് നടന്നത്. പക്ഷേ നമ്മളാരും കണ്ടിട്ടില്ല കരുവന്നൂരിലെ CPM നേതാവായിട്ടുള്ള ബാങ്ക് പ്രസിഡന്റിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വരുത്തി വായ്പയുടെ നിക്ഷേപകരായിട്ടുള്ള ആളുകളുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. കണ്ണൂരിലെ CPI നേതാക്കന്മാരെ ആരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തണമായിരുന്നെങ്കിൽ ആ കണ്ണൂരിലെ പരാതിക്കാരായിട്ടുള്ള നിരവധി ആളുകൾ എന്നെ നേരിട്ട് കാണാൻ വന്നിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതികൾക്ക് ഒരു പ്രതികരണം ഉണ്ടായില്ല. പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ആ പരാതി വാങ്ങിവെക്കും. ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും ഭാരവാഹികളും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള തരത്തിൽ നാട്ടിൽ നിർമ്മാണം വിഹരിക്കുകയായിരുന്നു. മണ്ഡലയില് ഒരു കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്നതിന്റെ പേരിലാണ്. സഹകരണ സംഘങ്ങളിൽ ഇതുപോലെയുള്ള പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അതിന് നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. പോലീസിന്റെ മുന്നിൽ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ള പേരിൽ പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കുന്നതിന് നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. കരുവന്നൂരിൽ നടന്ന തട്ടിപ്പ്, ആ തട്ടിപ്പ് ഇല്ലാത്ത ആളുകളുടെ പേരിൽ വായ്പയെടുത്ത് ആ വായ്പയുടെ അംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയതിന്റെ തെളിവുകൾ വന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്ന് 2.5 വർഷക്കാലം അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്താത്ത സർക്കാരാണ് ഇടതുമുന്നണിയുടെ ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ. അവസാനം ED വരേണ്ടി വന്നു അവിടെ അന്വേഷണം നടക്കാൻ. അവിടെ കൈക്കൂലി, കള്ളപ്പണ ഇടപാട്, അങ്ങനെയുള്ള സർവ്വ ഇടപാടുകൾ നടന്നു. ഫാം ടൂറിസം സൊസൈറ്റിയുടെ പേരിൽ അങ്ങനെയുള്ള ഒരാരോപണമില്ല. ശ്രീ അനിലിന്റെ ബന്ധുക്കൾക്കാർക്കെങ്കിലും അദ്ദേഹം വായ്പ കൊടുത്തു എന്നുള്ള ആരോപണമില്ല. പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വായ്പ അനുവദിച്ചു എന്നുള്ള ഒരു സൂചനയും എവിടെയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല.
കരുവന്നൂരിലും കണ്ടലയിലും ഒക്കെ നടന്നതുമായിട്ട് ഒരു താരതമ്യവും ഇല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി. ആ സാമ്പത്തിക പ്രതിസന്ധി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെ ഒരു അവസരമാക്കാൻ തീരുമാനിച്ചു. അതാണ് ശ്രീ കരമന ജയൻ സൂചിപ്പിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിലായപ്പോൾ അഴിമതി കാണിച്ച കോർപ്പറേഷൻ കൗൺസിലറെ കൈയോടെ പിടികൂടിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു അറ്റകൈ പ്രയോഗം നടത്താൻ തീരുമാനിച്ചു. ആ അറ്റകൈ പ്രയോഗത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം പോലീസിനെ കൂട്ടുപിടിച്ചു. ആ പോലീസ് ഭരിക്കുന്ന കാലത്തൊക്കെ CPM-ന്റെ പിടിയാളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് കുറെ ഉദ്യോഗസ്ഥന്മാർ. എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പോലീസുകാർക്കെതിരായിട്ട് ഇത്രയധികം പരാതികൾ ഉയർന്നു വന്നിട്ടും ഒരു അന്വേഷണം പോലും, ഒരു വകുപ്പ് തല അന്വേഷണം പോലും നടത്താതെ അവരെ എല്ലാവരെയും സംരക്ഷിച്ച് നിലനിർത്തുന്നത്. ഒരു ADGP തൊട്ട് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ പോലീസ് സ്റ്റേഷനുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷനാണ് ഏതൊക്കെ കേസുകളിൽ, ഏതൊക്കെ പരാതികളിൽ എന്ത് തരം നടപടിയെടുക്കണമെന്ന് തീരുമാനമെടുക്കുന്നത്. അവിടുത്തെ SIO അല്ലെങ്കിൽ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റുദ്യോഗസ്ഥന്മാരോ അവർക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല. പാർട്ടി ഫ്രാക്ഷൻ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ള പരിമിതമായിട്ടുള്ള അധികാരം, ആ അധികാരം മാത്രമാണുള്ളത്. അപ്പോ തിരുവനാലിനെതിരായിട്ട് നിക്ഷേപകനായിട്ടുള്ള ഒരാള് അത് ഞാൻ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്നുള്ള പരാതി കൊടുത്തപ്പോൾ ആ പരാതി ആയുധമാക്കിക്കൊണ്ട് ഒരു സാധാരണ വളരെ ശാന്തശീലനായിട്ടുള്ള, എന്നാൽ അഴിമതിക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള ചില ആളുകൾ എന്നോട് ഈ സംഭവം നടക്കുന്ന കാലത്തൊന്നുമല്ല, അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൗൺസിലർമാരായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ പോലും അതിന്റെ പേര് എന്നോട് സൂചിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരെ എനിക്കറിയാം. അങ്ങനെ അഴിമതി അല്പം പോലും കാണിച്ചിട്ടില്ലാത്ത ഒരാൾ, സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ലാത്ത ഒരാൾ, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് തന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിനെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോള് വരുമ്പോ അദ്ദേഹത്തിന് ഒരുപക്ഷെ തൊലിക്കട്ടി കുറച്ച് കുറവാണ് കഴിഞ്ഞിൽ സാമാന്യ ഭാഷയിൽ. അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം, അങ്ങനെയുള്ളൊരു കോൾ, അങ്ങനെയൊരു വിളി, ആ വിളി അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു വിളിയായിരുന്നു. അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ശ്രമം, ഈ ശ്രമം വിജയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനെങ്കിലും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അനുവദിക്കില്ല. മരണപ്പെട്ട വ്യക്തിയെ വ്യക്തിഹത്യ നടത്താൻ ജീവൻ നൽകിയ, അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്തതിൽ അതാണ് വലിയ സമ്മർദ്ദമുണ്ടായപ്പോൾ ജീവൻ ബലിയർപ്പിക്കാൻ തീരുമാനിച്ച, ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഴിമതികൾ മുഴുവൻ മൂടിവെക്കാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാര് അവരുടെ മുഴുവൻ അഴിമതിയും ഓരോന്നായിട്ട് ഞങ്ങൾ വലിച്ചു പുറത്തിടും. നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇവിടുത്തെ കൗൺസിലർമാരുടെ ഓരോരുത്തരുടെയും ആസ്തി ഈ ഒരാളുടെയാണല്ലോ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. CPM-ന്റെ കൗൺസിലർമാരുടെ ആസ്തി പരിശോധിച്ച് ആസ്തിയുടെ വിവരങ്ങൾ പുറത്തുവിടാൻ CPM തയ്യാറുണ്ടോ? നിങ്ങൾ വലിയ മാന്യന്മാരാണ്, നിങ്ങൾ അഴിമതിരഹിതരാണ്. നിങ്ങൾ അഴിമതിരഹിതരായതുകൊണ്ടാണ് ഒരാൾ കൈക്കൂലി വാങ്ങിയപ്പോ അയാളെ രാജിവെപ്പിച്ചത് എന്നാണ് നിങ്ങളുടെ ന്യായമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആളുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? അതുകൊണ്ട്
പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. അനിലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. അനിലിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് പുറത്തു വരണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ചെന്നായിയുടെ സ്വഭാവം, ശവന്തീരിയുടെ സ്വഭാവം, ആ ശവന്തീരികളായിട്ട് മാറുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഈ സ്വഭാവം അവസാനിപ്പിക്കണം. കാരണം നിങ്ങളുടെ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനവും ഈ നാട്ടിൽ സംഘടനാ പ്രവർത്തനവും വളർത്തി അത് ഉണ്ടാക്കി അങ്ങനെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഈ വെയിലിൽ വാഴുന്നവരല്ല ഭാരതീയ ജനതാ പാർട്ടി. ഇതിനേക്കാൾ വലിയ തീജ്വാലകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളെ തളർത്താൻ ഇതുപോലെയുള്ള ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, രാഷ്ട്രീയ യജമാനന്മാരുടെ മുന്നിൽ ഓച്ചാലിച്ചു നിൽക്കുന്ന നിങ്ങളുടെ രീതി, ആ രീതി ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ പ്രവർത്തകർക്കെതിരായിട്ട് തിരിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പോലീസാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ കരുതാത്ത ഒരു സാഹചര്യം. നിങ്ങൾ പോലീസാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോലീസായതുകൊണ്ട് നിയമവും നീതിയും അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാൻ വന്നാൽ ഞങ്ങള് അത് അനുവദിക്കില്ല. ഇതുപോലെയാണ് ആത്മഹത്യകൾ ആദ്യമായിട്ടല്ല നടക്കുന്നത്. നമ്മുടെ കടകംപള്ളിയിൽ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ജയശങ്കർ ആത്മഹത്യ ചെയ്തിട്ട് 3-4 വർഷമായി. നമ്മളാരും കേട്ടിട്ടില്ല അതിൽ ആത്മഹത്യാ കുറിപ്പിനെ പറ്റി. നമ്മളാരും കേട്ടിട്ടില്ല അവിടെ നൽകിയിട്ടുള്ള മൊഴികളെ പറ്റിയിട്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വക്കത്ത് ഒരു അനിൽകുമാർ, CPMന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇതുവരെ FIR-നെ കുറിച്ച് വിവരമില്ല. ഇതുവരെ പോലീസിന് കിട്ടിയിട്ടുള്ള ഡയറിയെ കുറിച്ച്, ആ അനിൽകുമാറിന്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഡയറിയിലുള്ള വിവരങ്ങളില്ല. അനിൽകുമാർ എന്ന് പറയുന്ന വക്കം സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ ആ കുറിപ്പിൽ എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. ഇവിടെ അനിലിന്റെ കുറിപ്പ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുക. മാധ്യമങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് പോയിട്ടെടുത്തതാണ്. അപ്പൊ ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ, ശ്രീ അനിലിനെ അപകീർത്തിപ്പെടുത്താൻ അതിലെഴുതിയിരിക്കുന്ന ഒരു വാചകം എനിക്ക് നേരിട്ട് എനിക്ക് ബന്ധമുള്ള ആൾക്കാർ, സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ ഒരു സെന്റൻസ് ആണ്. പക്ഷെ ആ സെന്റൻസിനെ, ആ വാചകത്തെ പോലീസ്, മാധ്യമങ്ങൾക്ക് പോലീസ് പറഞ്ഞു കൊടുത്തോ അതോ AKG സെന്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂളായിട്ട് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. BJPക്കെതിരായിട്ട് പരാമർശം. എല്ലാ ബാങ്കുകളിലും ബാങ്ക് പ്രസിഡന്റുമാര് അവര് വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ വിശ്വാസമുള്ള ആളുകൾക്കാണ് അവർ തിരിച്ചടക്കും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ കൊടുക്കുന്നത്. അത് ചിലപ്പോൾ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു വരാം. അപ്പോ അങ്ങനെ വായ്പ നൽകിയ ആളുകളെ, അവരോടുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അനിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പരാമർശം, ആ പരാമർശമാണ് ഇപ്പോ വലിയ വാർത്തയാവുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മറ്റ് ആത്മഹത്യകളെ കുറിച്ച് ഇത്രയും ശുഷ്കാന്തി 1.5 ദിവസം കൊണ്ട് ഈ വിവരങ്ങളൊക്കെ പുറത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്ന കേരളത്തിലെ പോലീസിന്റെ ഈ ശുഷ്കാന്തി കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയ യജമാനന്മാർ ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് ഇന്നത്തെ യജമാനൻ നാളെ യജമാനാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ യജമാനന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നതിന് പകരം
നിയമത്തിന്റെയും നീതിയുടെയും ഭരണഘടനയുടെയും കാവലകളായിട്ട് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അവര് ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ വേട്ടയാടാൻ, അതിനു വേണ്ടിയിട്ട് CPM നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് നിൽക്കുന്നത് നിങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭരണഘടനയുടെ അവഹേളനമാണ്. ഭരണഘടനയെ അവഹേളിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ. വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ, വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ മാത്രമാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അടവുകൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരാവരുത് പോലീസ്. പോലീസ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തണം. ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട്, എന്താണ് ശ്രീ അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച ആ സാഹചര്യം. ആ സാഹചര്യം പോലീസ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കട്ടെ, വിവരങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ. ഒരു കാര്യം ഞങ്ങൾ പറയാം, കരുവന്നൂരിൽ അന്വേഷണം നടത്താൻ ഇടപെട്ടപ്പോ, അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോ ആ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് CPM ശ്രമിച്ചത്. ഞങ്ങൾ അന്വേഷണം തടസ്സപ്പെടുത്താൻ വരില്ല. ഞങ്ങൾക്ക് അന്വേഷണം തടസ്സപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. വസ്തുതകൾ പുറത്തു വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കരുവന്നൂരിലെ CPM മോഡൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനം ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല. വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. CPM-ന്റെ രാഷ്ട്രീയ വേട്ട, ആ വേട്ട അവസാനിപ്പിക്കണം എന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നാളെ ഈ ഭാഷ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല മറ്റു പലരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഷ ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. ആ ഭാഷ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയരുത് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കരുതിയിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി ചില്ലുകൂട്ടിലിരുന്ന് കല്ലെറിയാൻ ശ്രമിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കടമ നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും